എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ചെറുപഴം വെച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അത് ഞാനിത് അവിടെ ഒരു 3 ചെറുപഴമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 2 ഏലക്കായാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതാ ഈ പഴം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പഴം മിക്സിയിലിട്ട് അടിക്കുന്ന സമയത്ത് നമ്മൾ പാലോ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. പഴം പിന്നെ നമുക്ക് ഇതിലേക്ക് തന്നെ ഈ ഏലക്കായ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തന്നെ ഈ പഞ്ചസാരയും കൂടി ചേർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ മിക്സിയിൽ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളെ പഴം നല്ല പോലെ മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദപ്പൊടിയാണ്. അപ്പോൾ ഈ മൈദപ്പൊടി ഇതിനകത്ത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തി കൊടുക്കുന്നുണ്ട്. ബേക്കിംഗ് പൗഡർ അല്ല, ബേക്കിംഗ് സോഡയാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ചിട്ടൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ലപോലെ കുറേശ്ശെ മൈദ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്നിച്ചിട്ടിട്ട് മിക്സ് ചെയ്യരുത്, അപ്പം ചിലപ്പോൾ കട്ട വരാൻ സാധ്യത ഉണ്ട്. അപ്പം കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ മിക്സ് ചെയ്യാം. ഇതിന് നമ്മൾ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ പഴം കൊണ്ട് തന്നെ നമുക്കിത് ശരിക്ക് പാകത്തിനുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കിപ്പോൾ ഞാൻ മൈദപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും ശർക്കരയും ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ബാറ്റർ ഇട്ടിട്ട് ഏകദേശം നല്ല പോലെ നന്നായിട്ട് പാകത്തിന് വന്നിട്ടുണ്ട്. ഒന്നും നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചിട്ടൊന്നുമില്ല, സ്പൂൺ വെച്ചിട്ട് തന്നെയാണ്. ആ പഴത്തിൻ്റെ നമ്മൾ അടിച്ചെടുത്ത പഴം കൊണ്ട് തന്നെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഴവും അതുപോലെ തന്നെ പൊടിയുടെ അളവ് കൂട്ടിയെടുത്താൽ മതി, പഞ്ചസാരയുടെ അളവും കൂട്ടിയാൽ മതി. അപ്പം നമ്മളെ ബാറ്റർ ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി നോക്കാം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാനിതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിലൊന്ന് നന്നായി ചൂടാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. നമ്മളിത് ഫ്രൈ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കണം. ഞാനിപ്പോൾ നന്നായിട്ട് ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ കൈയൊന്ന് വെള്ളത്തിൽ മുക്കി ബാറ്റർ എടുത്തിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പം നമുക്കിതിലേക്ക് 1, 2, 3 എണ്ണം വീതം വെച്ചിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ നോക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണെന്നറിയോ, പുറം ഭാഗം മുഴുവനും കരിഞ്ഞു പോകും, അകംഭാഗം വേവാതെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളെ 4 മണി പലഹാരം ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ പൊങ്ങി വീർത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഷേപ്പൊന്നും ഇല്ലാതെയാണ്
ഇത് ഫ്രൈ ചെയ്യാൻ ഇട്ടതെങ്കിലും നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട്, നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് ഇത്. ഇനി ബാക്കിയുള്ള ബാറ്റർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ മുഴുവനും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞ് ഞങ്ങളില്ലേ മലപ്പുറംകാർ ഇതിന് പറയുന്ന പേരെന്തെന്നറിയോ? ഉണ്ടപ്പൊരി എന്നാണ് പറയുക. ഇത് ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്ത് തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിനകത്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നവരെ ബൈ.